ശബരിമല പോയ വിശേഷങ്ങളാണ്. അപ്പോൾ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ നിന്ന് നമ്മൾ കെട്ട് നിറച്ചിട്ട് KSRTCയിലാണ് പോയത്. അപ്പോൾ KSRTC ലാഹയിലെത്തുമ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തുന്നത്. അപ്പോൾ അവിടുത്തെ കടകളെന്ന് പറഞ്ഞാൽ ഈ അഞ്ജൂസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് നമ്മൾ കയറി. അതുപോലെ അവർക്ക് തന്നെ പൊന്നൂസ്, സപ്പൂസ് എന്നൊക്കെ പറഞ്ഞ് കടകളുണ്ട്. എല്ലാ കടയും ഒന്നിനൊന്നിന് മോശമാണ്. പമ്പയിലെത്തിയപ്പോഴത്തേനും നല്ല വെള്ളമുണ്ട്. അതുപോലെ ധനു ഒന്നായതുകൊണ്ട് അടിപൊളി തിരക്കായിരുന്നു. അപ്പോൾ പമ്പയുടെ വൃത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. വൃത്തിക്കൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ പമ്പയിൽ നിന്ന് കുളിക്കാറില്ല. ജസ്റ്റ് കാലം നനച്ച് കയറുക മാത്രമാണ് ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ കയറിയത് കോഫി ലാൻഡ് എന്ന് പറയുന്ന പമ്പയിലുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഫുഡൊക്കെ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ തീർത്ഥാടന യാത്ര പോകുമ്പോൾ ഫുഡിന് ഒത്തിരി ടേസ്റ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. എങ്കിൽ പോലും ഇത് കിട്ടിയ 4 ഇഡ്ഡലി ഒരു വടയിൽ നിന്ന് ആകെ ഒരു ഇഡ്ഡലി മാത്രം കഴിച്ചിട്ട് ബാക്കി തിരിച്ചു വെച്ചിട്ട് ഇറങ്ങേണ്ടി വന്നു. ധനു ഒന്നായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ 1-2 കടകളിലൊക്കെ കയറി ചുമ്മാ മാലയൊക്കെ നോക്കി തിരിച്ചിറങ്ങുമ്പോൾ മേടിക്കാന്നുള്ള പ്ലാനായിരുന്നു. അപ്പം നമുക്ക് നൊസ്റ്റാൾജിയുള്ള ഒരു മാലയാണ് ഈ പുലിപ്പല്ല് മാല എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞിലെ സ്കൂളിലൊക്കെ ഇട്ടിട്ട് അത് പുലിപ്പല്ലിൽ ഉണ്ടാക്കിയാന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ പമ്പ ഗണപതി ക്ഷേത്രമാണ് ഇത്. അപ്പോൾ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ട് നിറയ്ക്കാൻ അവിടെ സൗകര്യമുണ്ട്. ഒരാൾക്ക് 300 രൂപയാണ് കെട്ട് നിറയ്ക്ക് വേണ്ടത്. തേങ്ങയും അതുപോലെ നെയ്യും കെട്ട് നിറ സഞ്ചിയും എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ 300 രൂപ അടച്ച് ഒരാൾക്ക് ടിക്കറ്റ് എടുക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ കെട്ട് നിറച്ചതിന് ശേഷം നമ്മൾ പതുക്കെ അവിടെ പോയിട്ട് കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോകുന്ന വഴിക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ടാഗ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കയറി തുടങ്ങാം മല. പമ്പ വഴി ബസ്സിൽ പോകുമ്പോൾ കരിമല നമ്മൾ ബസ്സിലാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ എരുമേലി വഴി വരുന്നവരാണെങ്കിൽ അവർ നടന്ന് കയറും. അതാണ് അതിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് കയറുന്ന വഴിക്ക് ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് നീലിമല ബോട്ടമാണ്. നീലിമല ബോട്ടം കഴിഞ്ഞാൽ നീലിമല ടോപ്പ്, അത് കഴിഞ്ഞ് അപ്പാച്ചിമേട് ബോട്ടം, പിന്നെ അപ്പാച്ചിമേട് ടോപ്പ്. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഇടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പിനൊക്കെ നമ്മൾ കയറിയായിരുന്നു. എല്ലാ സെറ്റപ്പും ഉണ്ട്, ഷുഗർ, BP എല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മല കയറി നമുക്ക് അത് കഴിഞ്ഞ് ശരംകുത്തിയിലെത്തും. ശരംകുത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആശ്വാസം, ഈ കയറ്റങ്ങളില്ല. അത് കഴിഞ്ഞ് നമ്മൾ മരക്കൂട്ടം കഴിഞ്ഞ് നടപ്പന്തലിലെത്തി 18 പടി കണ്ടു. അപ്പോൾ ഇത് നമ്മൾ ഫ്ലൈ ഓവറിൽ എത്തുമ്പോഴുള്ള കാഴ്ചയാണ്. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇത്തവണ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്ന ഇത് Anu 1-നായിരുന്നു. അത് ന്യൂസിൽ കണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ അനുഭവിച്ചറിയുകയും ചെയ്തു. ഇരുമുടി കെട്ടുവെച്ച് 18 പടി ചവിട്ടി അയ്യപ്പനെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാളികപ്പുറം തൊഴുതിട്ട് നെയ്ത്തേങ്ങ ഉടച്ച് ആഴിയിലിടുന്നതാണ് അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആഴിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പുറത്ത് പോയിട്ട് വാവരസ്വാമി ഒന്ന് തൊഴും. അത് വാവരസ്വാമി ഇരിക്കുന്നതും ഈ 18 പടിയുടെ താഴെ തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പ്രസാദങ്ങൾ വാങ്ങാണ്ടെങ്കിൽ വാങ്ങാം. അതുപോലെ അന്നദാന മണ്ഡപത്തിൽ പോവുകയാണെങ്കിൽ നല്ല ഫുഡ് കിട്ടും രാവിലെ. ഫുഡിൻ്റെ ടേസ്റ്റ് അല്ല പറഞ്ഞത്, കാരണം ഇത്രയും പേർക്ക് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ അതിലും ടേസ്റ്റ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ രാവിലെ ചെന്നപ്പോൾ ഉപ്പുമാവും കടലക്കറിയാണ് കിട്ടിയത്. അപ്പോൾ നമ്മളത് കഴിച്ചു. അപ്പോൾ പലർക്കും അറിയാത്ത ചില പ്രസാദങ്ങൾ അവിടെ കിട്ടും. പഞ്ചാമൃതവും അതുപോലെ പമ്പാ ഗണപതിയുടെ അവിടുത്തെ മോദകവും രണ്ടും നല്ല സാധനമാണ് ചൂടോടെ കിട്ടുന്നെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ത്രിവേണി സംഗമം എന്ന് പറയും. തിരിച്ച് നടക്കുവാണ് ബസ് സ്റ്റാൻഡിലേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. അത് കഴിഞ്ഞ് നമ്മൾ കിട്ടിയ ബസ്സിൽ കയറിയപ്പോഴാണ് ഇതാ സൈഡിൽ ഇങ്ങനെ ചിത്രശലഭം വന്നിരുന്നത്. അപ്പോൾ നല്ല രസമാണ് തിരിച്ച് പോകുമ്പോൾ പകൽ കാഴ്ചകളൊക്കെ കാണാൻ.